ഈ കുടുംബങ്ങളിലാണ് ആദ്യം അറ്റാക്ക് വരുന്നത്. ഭാര്യയെ, ഭർത്താവെ, പ്രത്യേകിച്ച് ഇന്നത്തെ സോഷ്യൽ, നമ്മുടെ ഈ മൊബൈൽ സിസ്റ്റം, യൂട്യൂബ്, വാട്സപ്പ്, അപ്പടി വാട്ടാ നമ്മളെ മുഴുവൻ ഇന്ന് വാട്സാ. ഈ വാട്ട് വന്ന് എല്ലാം തീരുക. കാരണം നമ്മളിവിടെ കേൾക്കുന്ന പ്രസംഗം എല്ലാം ഒഴുക്കിക്കളയാൻ ഇതിനകത്ത് സാമാനമുണ്ട്. പറഞ്ഞ മനസ്സിലായോ? ഇത് ഒഴുക്കിക്കളയാനുള്ള സൂത്രം ഇവൻ പോയി രാത്രി 1:30 മണി വരെ കിടന്നുകൊണ്ട് കാണുന്നത് എന്നതാ. പിന്നെ ഞായറാഴ്ച സഭായോഗത്തിന് വരുന്നത് എന്തിനാണെന്ന് ഞാൻ ഓർക്കും. ഞാൻ എറണാകുളം ഡിസ്ട്രിക്റ്റിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. ആ ഡിസ്ട്രിക്റ്റിലാണ്. സാത്താന്യ സേവക്കാർ എറണാകുളത്ത് വന്നിട്ടുണ്ട്. ഷുവർ? ആ. എന്തിനാ വന്നേ? അവര് രാത്രിയിൽ ഒരു കുരിശുണ്ടാക്കി മലിന രക്തം അതിന്മേൽ ഒഴിച്ച് പുരുഷനും സ്ത്രീയും നഗ്നരായി നിന്നുകൊണ്ട് നൃത്തം ചെയ്ത് ഇതിനോട് തുപ്പും. ഇതാണ് സാത്താന്യ സേവ. അവരുടെ ഒരു പ്രത്യേക അടയാളം ഈ പനങ്കൊല പോലെ തലമുടി നീട്ടും. അപ്പം അതാണ് അവരുടെ ഒരു ലക്ഷ്യം, ഒരു അടയാളം. അത് ഞാൻ അറിഞ്ഞു. അപ്പോൾ ഇത് വന്ന് പെന്തിക്കോസ്ത് സഭയ്ക്കകത്തും കയറി. ആ പനങ്കൊല, ഈ മഷ്റൂം കയറി. കഴിഞ്ഞ ദിവസം ഒരുത്തം പാടാൻ വന്നു, കിണുക്കാൻ വന്നിരിക്കുക. കർത്താവിന് വേണ്ടി പാടാനായിട്ട് ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞു. അവൻ അറിഞ്ഞിട്ടല്ല, സാത്താന്യ വ്യാപാരം. മനസ്സിലായോ? ഇതൊക്കെ വെറും സാത്താന്യ. അവനറിഞ്ഞു കാണുകയില്ല, പക്ഷേ ദാറ്റ് ഈസ് ദ പ്രാക്ടീസ്. എറണാകുളത്തിൽ നിന്ന് അത് പടർന്ന് സഭകളിലേക്ക് വരിക. അപ്പം പനങ്കൊല പോലെയോ തലയും മുടിയായിട്ട്, എന്നിട്ട് പാട്ട് കച്ചേരിക്കകത്ത് ഇവിടെ വന്ന് കയറും. കേട്ടോ? ഒരൊറ്റ എണ്ണത്തിനെ സഭയെ കയറ്റരുത്, ഒരൊറ്റ ഒരുത്തിനെ സഭയെ കയറ്റരുത്. അതിന്റെ കാരണം പൈശാചിക വ്യാപാര ശക്തി സഭയിലേക്ക് കടത്താൻ കൊണ്ടിരുന്ന ഏജൻസാ. ഇത് സത്യം ഞാൻ പറയുക. അതുകൊണ്ട് നമ്മള് കർത്താവ് കൃപയാലെല്ലാം കാക്കും, ശരിയാ. പക്ഷെ നീ വചനത്തിന്റെ അകത്തല്ലെങ്കിൽ ദൈവം നിന്ന് തെറ്റിക്കളി. കാരണം ഈ സഭയ്ക്ക് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമായത്. സാത്താന്യ വ്യാപാരങ്ങൾ സഭയ്ക്കെതിരെ ഉണ്ടാവും, അറ്റാക്കുകൾ ഉണ്ടാവും. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ അധികമായി അതുണ്ടാകാതിരിക്കുകയില്ല. അപ്പം മക്കളെ ചൊവ്വ വളർത്തുന്ന കാര്യത്തിലായി പൗലോസ് പറഞ്ഞത്, ഭാര്യമാരെ ഭർത്താക്കന്മാരുമായിട്ടൊക്കെ യോജിച്ചു പോകണം കേട്ടോ എന്നെല്ലാം പറഞ്ഞതിന് കാരണം, മക്കളെ ഇപ്പൊ ഞാൻ പറയാം, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, എന്നെ തെറ്റിദ്ധരിക്കരുത്. ലെഗിൻസ് അതൊരു അടിവസ്ത്രമാണ്. ലെഗിൻസ് നമ്മൾ അണ്ടർ പാൻറ് ധരിക്കുന്ന പോലെയുള്ള ആ ലെഗിൻസ് അത് അടിവസ്ത്രമാണ്. അത് ശരിയായ വസ്ത്രമല്ല. അതിന് മേൽവസ്ത്രം ധരിക്കണം, ഇല്ലേ? പിന്നെ നീ ബൈക്കേ കയറി ചെത്തുക, പോട്ടെ. ഇവിടം വരെ ഷർട്ടുണ്ടെ കുറ്റിയാൽ ഇവിടം വരെ കീറിയിരിക്കുക. എന്നിട്ട് പെമ്മക്കളെ ഇറക്കി വിടുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ സഭയെ പറയാതെ എങ്ങനെ ഒക്കും? ഞാന് കഴിഞ്ഞ 2 മാസം മുമ്പ് ഒരു കല്യാണം നടത്തി. ഞാൻ നടത്തിയ കല്യാണം 6 ദിവസം കഴിഞ്ഞപ്പോൾ പെണ്ണിന്റെ അപ്പൻ എൻ്റെ എനിക്ക് വന്ന് പറഞ്ഞു, വെച്ചാൽ അതേ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്നാ പ്രശ്നം? അവക്കേ എന്നതാ, അവക്ക് വേറെ ആരാണ്ട് ഉണ്ടായിരുന്നെന്ന്. അവക്ക് വേറെ ആരാണ്ട് ഉണ്ടായിരുന്നെന്ന്, ഡിവോഴ്സായി. ഞാൻ നടത്തിയ കല്യാണം പറഞ്ഞു. അപ്പൊ ഇത്തിരി പണികൾ ഇന്ന് സഭയ്ക്കകത്ത് കയറി വരുന്ന അറിയാതെ എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു പാസ്റ്ററുടെ 15 വയസ്സായി പിള്ളേർക്ക് റോയൽ എൻഫീൽഡ് വണ്ടി മേടിച്ചു കൊടുത്തു. 2ഉം കൂടെ വണ്ടിക്കടിച്ച് ചത്തു. വലിയ ആവശ്യമുണ്ടോ? പിന്നെ എന്നാ പാസ്റ്ററെ വണ്ടി കണ്ടെന്ന്? നമ്മളൊക്കെ ദാരിദ്ര്യത്തിൽ ജനിച്ചവരാ. ഇതൊരു വണ്ടി കണ്ടപ്പോഴത്തേക്ക് ഇവൻ ആകാശത്തിൽ കയറുക, ചെറുക്കൻ ചെത്തി നടക്കണം. എടാ, വണ്ടിക്കടി പോവും. നീ അത് ചെയ്യരുത്. മക്കളെ അനുസരണത്തിൽ വളർത്തണം. സഭായോഗത്തിൽ മര്യാദയ്ക്ക് വന്നില്ല, ഇറങ്ങി പോക്കോളാൻ പറ. പ്രൈസ് ദി ലോർഡ്.
സഭയെ ചതിക്കരുത്, സഭയെ ചതിക്കരുത്. കാരണം എന്നാണെന്ന് ചോദിച്ചാൽ ഇത് വിശുദ്ധന്മാരുടെ സംഘമാണ്. പ്രൈസ് ദി ലോർഡ്. ആവശ്യമില്ലാതെ ഓരോ ഫാഷനുമായിട്ട് സഭയെ വരിക, എന്നിട്ട് സഭയ്ക്കകത്ത് പാസ്റ്റർക്ക് പറയാവോ അത് മേല, പറഞ്ഞാൽ പ്രയാസം, പറഞ്ഞില്ലേ പ്രയാസം, സഭാ ശുശ്രൂഷയ്ക്ക് വലിയ തടസ്സം ഉണ്ടാക്കുക. ഇതാ വന്നിരിക്കുന്ന കുഴപ്പം. ഒരു പക്ഷേ അവിടുത്തെ പ്രമാണിയായിരിക്കും, പുള്ളിയോട് പറയാവോ? ഏത് പ്രമാണിയാണേലും സഭയ്ക്കെതിരെ വന്നാൽ അത് കുഴപ്പമാണ്.